പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലയിലെ പട്ടയ ഭൂമിയിലെ രാജകീയ മരങ്ങൾ വെട്ടാൻ വനം വകുപ്പും റവന്യൂ വകുപ്പും തടസ്സവാദം ഉന്നയിക്കുന്നത് കർഷകരെ ദുരിതത്തിലാക്കുന്നു. മരങ്ങൾ മുറിക്കാൻ ഹൈക്കോടതി വിധിയുണ്ടായിട്ടും ബന്ധപ്പെട്ട വകുപ്പ് തടസ്സം നിൽക്കുന്നത് നീതീകരിക്കാൻ കഴിയാത്തതാണെന്ന് റാന്നി MLA അഡ്വക്കേറ്റ് പഴകുളം മധു കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. വനം വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി എന്നിവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ മറ്റു ജില്ലകൾ പോലെ തന്നെ ഏറ്റവും കൂടുതൽ വനമേഖലയുള്ള ഒരു മണ്ഡലമാണ് റാന്നി. ആ റാന്നിയിലെ ഏറ്റവും കൂടുതൽ ജനകീയ വിഷയമാണ് പട്ടയ ഭൂമിയിലെ മരങ്ങൾ മുറിക്കുന്നത്. കഴിഞ്ഞ 2 വർഷം മുമ്പാണ് ഹൈക്കോടതി മരം മുറിക്കുന്നതുമായിട്ടുള്ള ഒരു വിധി പ്രഖ്യാപിച്ചത്. പക്ഷെങ്കിൽ ഇപ്പോഴും അത് മുറിക്കാൻ ചെല്ലുമ്പോൾ റവന്യൂ വകുപ്പ് തടസ്സവാദം പറയുമെന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. നമ്മളോടൊപ്പം ചേരുന്നത് റാന്നിയുടെ MLA കൂടിയായ അഡ്വക്കേറ്റ് പഴകുളം മധുവാണ്. MLA എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ നടപടിയെടുക്കുന്നത്? റാന്നിയിൽ മാത്രമല്ല, മലയോര മേഖലകളിലെല്ലാം പട്ടഭൂമിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് വനം വകുപ്പിന്റെ പ്രത്യേക അനുമതി വേണമെന്നും നിബന്ധനയുണ്ട്. ഒരാൾക്ക് പട്ടയം കൊടുക്കുമ്പോൾ ആ പട്ടയത്തിൽ പറഞ്ഞ വ്യവസ്ഥകൾക്കും വിരുദ്ധമായി ഒരു പട്ടയം ലഭിച്ച ശേഷം ഒരു കർഷകൻ ആ ഭൂമിയിൽ ജീവിതം തുടങ്ങി അവിടെ സ്വയം നട്ടു വളർത്തുന്ന മരങ്ങൾ പോലും മുറിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. അത് വെച്ചാൽ അതിന് പിന്നെ അവിടെ ജീവിച്ചിട്ടൊരു കാര്യമില്ല. ഇപ്പൊ തേക്ക് മരം പോലെ നല്ല വിലപിടിപ്പുള്ള മരങ്ങൾ കർഷകർ നട്ടു വളർത്തിയതാണ് രാജകീയ മരങ്ങൾ. രാജകീയ മരങ്ങൾ പട്ടയം കൊടുക്കുമ്പോൾ ഒരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷനിൽ ആ ഭൂമിക്കകത്തുള്ള മരങ്ങൾ തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഷെഡ്യൂൾഡ് മരങ്ങളാണ്. ആ മരങ്ങൾക്ക് നമ്പറുണ്ട്. ആ മരങ്ങൾ ഒഴിവാക്കി കർഷകർ നട്ടു വളർത്തുന്ന മരങ്ങൾ മുറിക്കാതിരിക്കാൻ ഉള്ള നിയമം വെച്ചാൽ ആ നിയമം ഒരിക്കലും സ്വീകാര്യമായ നിയമമല്ല. വിവാഹ ആവശ്യത്തിനോ വിദ്യാഭ്യാസ ആവശ്യത്തിനോ ഒക്കെ ആയിരിക്കുമല്ലോ ഈ മരം മുറിക്കുന്നത്. തീർച്ചയായിട്ടും കുട്ടികൾക്കൊന്ന് സ്കൂളിൽ വിടണം, കോളേജിൽ വിടണം, അതിന് 10 പണം വേണം. അപ്പൊ ഒരു മരം മുറിച്ച് വിറ്റ് കുട്ടികളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെയുള്ള ഏറ്റവും സാധുക്കളായിട്ടുള്ള കർഷകർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ ഈ നിലപാട് ഗവൺമെന്റ് തിരുത്തണം. അത് ഏത് നിയമമാണ് അതിന് തടസ്സമായി നിൽക്കുന്നെങ്കിലും ആ നിയമം മാറ്റണം. അപ്പൊ നിയമമെല്ലാം നിർമ്മിക്കപ്പെട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ്. ഞാൻ സംസ്ഥാന വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ ശ്രദ്ധയിൽ ഈ കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ അറിയാം. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഒരു ശക്തമായ തീരുമാനം ഉണ്ടാകണം. ഗവൺമെന്റ് പറയുന്നത് മുട്ടിൽ എന്ന് പറയുന്ന വയനാട്ടിലെ പ്രദേശത്തെ മരം മുറിക്കാൻ ഇങ്ങനെ പെർമിഷൻ കൊടുത്തപ്പോൾ വനഭൂമിയിലെ മരങ്ങൾ പോലും മുറിച്ചുകൊണ്ടുപോയി. അപ്പം ആ സാഹചര്യം ഉണ്ടാകരുത്. അപ്പൊ അത്തരം സാഹചര്യം ഉണ്ടായിരിക്കാൻ നിയമപരമായിട്ടുള്ള മുൻകരുതലുകൾ എടുത്ത് അതിനുള്ള തയ്യാറെടുപ്പ് നടത്തണം. അല്ലാതെ അതിന്റെ പേരിൽ ആർക്കും നിയമത്തിന്റെ ആനുകൂല്യം വേണ്ട എന്ന രീതി ശരിയല്ല. അത് അംഗീകരിക്കാൻ കഴിയില്ല. റാന്നിയിൽ പ്രത്യേകിച്ച് കർഷകർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ പട്ടയ ഭൂമിയിലെ സ്വയം നട്ടുവളർത്തിയ മരം മുറിക്കാൻ അനുവാദമില്ലാത്ത അവസ്ഥ. അതിനെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കും. ഒരുപക്ഷെ ജനങ്ങൾ സ്വമേധയാ ഇറങ്ങി കൂട്ടായി ഈ മരം മുറിച്ചുകൊണ്ട് പോകാൻ തീരുമാനിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാന ശല്യം മറ്റ് ജില്ലകൾക്കൊപ്പം വടശ്ശേരിക്കര വരെ എത്തിയിരിക്കുകയാണ്. എന്താണ് അവരുടെ ആശങ്ക പരിഹരിക്കുന്നത്? വനാതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളിൽ വന്യമൃഗശല്യം റാന്നിയിൽ ഏറ്റവും രൂക്ഷമാണ്. റാന്നിയിലെ ഈ പ്രശ്നം ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം എന്റെ അഭിപ്രായം പരിഗണിച്ചാണ് വനാതിർത്തി പങ്കിടുന്ന MLA-മാരുടെ മുഴുവൻ യോഗം വിളിച്ചു. ആ യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാമെന്ന് എന്നോട് പറഞ്ഞാണ്. പക്ഷെ അദ്ദേഹത്തിന് സമയം കിട്ടില്ല. ആ മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് കൂടെ നടക്കും. അപ്പൊ അതിനുശേഷം ഇന്ന് നിലവിലുള്ള ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു മുഖ്യമന്ത്രി എനിക്ക് പേഴ്സണലി ഉറപ്പ് വന്നിട്ടുണ്ട്. വനം വകുപ്പ് ഉറപ്പ് വന്നിട്ടുണ്ട്. വനമേഖല ഇപ്പൊ ട്രഞ്ച് കുഴിക്കുക, ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ടാക്കുക, ഇത്തരം നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട്. അതുള്ള സ്ഥലങ്ങളിലെല്ലാം ആണ് തന്നെ ഈ ഫെൻസിങ് മരം മുറിച്ചിട്ട്. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ശാശ്വതമായി എങ്ങനെ പരിഹരിക്കാം? എന്റെ നിർദ്ദേശം അനുസരിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ജനകീയ സമിതികൾ എല്ലാ ഇത്തരം പ്രദേശങ്ങളിലും രൂപീകരിക്കാൻ ഉത്തരവായിട്ടുണ്ട്. ജിയോ ഉടൻ പുറത്തിറങ്ങും. അത് കഴിഞ്ഞാൽ എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എല്ലാ സ്ഥലങ്ങളിലും ജനകീയ സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങളുമായി ഒരു ജാഗ്രതാ സമിതി രൂപീകരിച്ച് പ്രവർത്തനം മുന്നോട്ട് പോകണം. അപ്പൊ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് റാന്നി MLA അഡ്വക്കേറ്റ് പഴകുളം മധു പറഞ്ഞത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.